പഴയ നിയമവ്യവസ്ഥ പൂർണ്ണമായും മാറി രാജ്യം പുതിയൊരു നിയമവ്യവസ്ഥയിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ആ ദിനത്തിൽ നമുക്ക് ആ വാർത്തയിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിച്ച് രാജ്യം ഇന്നു മുതൽ പുതിയ നിയമവ്യവസ്ഥയിലേക്ക് കടക്കുകയാണ്. കോടതികൾക്കും പോലീസിനും എല്ലാം ഇനി ബാധകം പുതിയ ക്രിമിനൽ നിയമങ്ങളായിരിക്കും. ഭാരതീയ ന്യായ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യാധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. 1860 മുതൽ ഉണ്ടായിരുന്ന IPC, 1898 മുതലുള്ള CRPC, 1872 തെളിവ് നിയമം എന്നിവയാണ് മാറുന്നത്. നൂറ്റാണ്ടിലധികമായി തുടർന്ന നിയമവ്യവസ്ഥ മാറുമ്പോൾ വകുപ്പുകളിലും നമ്പറുകളിലും കാര്യമായ വ്യത്യാസമുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിലും തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിംഗ് സെന്ററിലും കേരളത്തിലെ സേനാംഗങ്ങൾക്ക് 3 മാസത്തിലേറെയുള്ള പരിശീലനം നൽകിയിരുന്നു. എങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാം. വകുപ്പിൽ മാറ്റമുണ്ടായാലും തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയാലും കേസിനെ ബാധിക്കും. പുതിയ നിയമത്തിൽ വകുപ്പ് 113 ഭീകരപ്രവർത്തനം ഉൾപ്പെടുക. സംഘടിത കുറ്റകൃത്യം 111. രണ്ടിനും IPCയിൽ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. സുവർഗാനുരാഗം കുറ്റമാക്കുന്ന 377 ഒഴിവാക്കി. കൊലക്കുറ്റത്തിനുള്ള IPC 302 പുതിയതിൽ 103 വകുപ്പാണ്. പിടിച്ചുപറിക്കുള്ളതാണ് ഇനി 302 വകുപ്പ്. ഗൂഢാലോചനയ്ക്കുള്ള 120B ഇനി 61 ആകും. നിയമവിരുദ്ധ സംഘം ചേരലിന് 14 പകരം 187 ആയിരിക്കും. 420 നിലവിൽ വഞ്ചന കുറ്റമാണ്. ഈ നമ്പറിൽ മറ്റു വകുപ്പ് പുതുതായില്ല. 316 വകുപ്പിലാണ് തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹത്തിനുള്ള 124A ഇനി 150 ആകും. കൈക്കൂലി 171Bയിൽ നിന്ന് 170, സ്ത്രീധനമരണം 304Bയിൽ നിന്ന് 80, ബലാത്സംഗം 375ൽ നിന്ന് 63, മോഷണക്കുറ്റം 378ൽ നിന്ന് 303, വിശ്വാസവഞ്ചന 405ൽ നിന്ന് 316 എന്നിങ്ങനെ മാറും. ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും തെളിവ് ശേഖരണത്തിൽ പരിശീലനം നൽകി. 90 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.